അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭൂമി തലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാമ്പർ തമ്മൂടെ ആള് ഞാനെന്നോവാർ. ആരുണ്ടതെന്റെ മാഖാമീനെത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവിനെന്നോവാർ. 70 വാതിൽ തുറന്നാനെനക്കല്ലാഹ് ആരും അറിയാത്ത ഇൽമലതെന്നോവാർ. ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവാർ. അല്ലാഹ് എനക്കവൻ താൻ ചെയ്ത ഫോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവാർ. എല്ലാവർക്കും എത്തിയ നിലപാടതപ്പേരും എന്റെ ബഖിയത്തിൽ മിഞ്ചം അതെന്നോവാർ. എല്ലാരും ഓതിയ ഇൽമുകളൊക്കെയും എന്നോട് ഇൽമലാതൊട്ടെന്ന് ചൊന്നോവാർ. എല്ലാ ഫൊളൂതും ഊതിച്ചാൽ ഉറൂബാകും എൻ ഫോളുതെപ്പോഴും ഉണ്ടെന്ന് ചൊന്നോവാർ. ഭൂമി തലത്തിൽ ഞാൻ ദീന നടത്തുവാൻ, ഭൂമിയിൽ ദീനിന്റെ പ്രചരണം നടത്തുവാൻ വേദാമ്പർ തമ്മുടെ ആള് ഞാൻ എന്നോവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളാണ് ഞാൻ എന്ന് ശൈഖ് അവർകൾ പറഞ്ഞു. ഭൂമിയിൽ ദീനിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ദൗത്യം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാന്റെ അനന്തരാവകാശികളാകാൻ പറ്റുന്നവരാണ് യഥാർത്ഥ ഉലമാ എന്ന്. ഇസ്രായേലികളിലുള്ള നബിമാരെ പോലെയാണ് എന്റെ ഉമ്മത്തിലെ ഉലമാ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ പുരോഗതിയും അതിന്റെ പ്രചരണവും പിൽക്കാലത്ത് നടത്തുന്നത് മഹാന്മാരായ ഔലിയാക്കൾ, ആത്മീയ ഗുരുക്കൾ അവരിലൂടെയാണ്. അതിന്റെ ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ് ഞാൻ എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു. ആരുണ്ടതെന്റെ മക്കാമിനെ എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലുവീനെന്നോവർ. എന്റെ മക്കാമിൽ അഥവാ ആത്മീയ സ്ഥാനത്തെത്തിയ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് ഷെയ്ഖ് അവർകൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖ് അവർകൾക്ക് നൽകിയ ആത്മീയമായ പദവി വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലുള്ളത്. അല്ലാതെ തന്നെപ്പൊക്കി സ്വഭാവമോ അഹങ്കാരത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ തന്നെക്കാൾ മറ്റാർക്കും അല്ലാഹു സ്ഥാനം നൽകിയിട്ടില്ല, നൽകുകയില്ല എന്ന പ്രഖ്യാപനമോ അല്ല. മറിച്ച് ഒരു കാലത്തിനുള്ള ഔലിയാക്കളുടെ നേതൃപദവി കൊണ്ട് അല്ലാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ നേതാവ് എന്ന നിലക്ക് ബാക്കിയുള്ളവരൊക്കെ ആ കാലത്തും അതിനുശേഷവും ആ നേതാവിന്റെ കീഴിലായിരിക്കുമല്ലോ. മുമ്പ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഔലിയാക്കളുടെയും പെരടിയിൽ കാലുണ്ട് എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ സംഗതി ഒന്നുകൂടി സ്ഥാപിക്കുകയാണ് ഇവിടെ. അല്ലാതെ ശൈഖ് അവർകൾ തന്നെപ്പൊക്കി സ്വഭാവം പറയുകയല്ല എന്ന് മനസ്സിലാക്കണം. 70 വാതിൽ തുറന്നാൽ നിനക്കല്ലാഹ് ആരും അറിയാത്ത ഇൽമാൽ അതെന്നോവർ. ആരും അറിയാത്ത അറിവിന്റെ 70 വാതിലുകൾ അള്ളാഹു എനിക്ക് തുറന്നു തന്നു. ആത്മീയ ജ്ഞാനത്തിന്റെ വല്ലാത്ത വിശാലമായ അറിവുകളുടെ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈപ്പിടിച്ചുയർത്തി. ആത്മീയമായ വൈജ്ഞാനിക പുരോഗതി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് പല വിധത്തിൽ നൽകും. ആ കൂട്ടത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് നന്നായി ആത്മീയ ജ്ഞാനത്തിന്റെ ഒരു ലോകം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആകാശം ഭൂമിയും പോലെ അതെന്നോവർ. ഈ 70 വാതിലുകളിലെ ഓരോ വാതിലിന്റെയും വീതി, വിശാലത ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വിശാലതയാണ്. അഥവാ അത്രയും വിശാലമായ അറിവുകളുടെ ലോകങ്ങളിൽ സഞ്ചരിക്കാൻ മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി എന്നാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. ഇത് അവിടുത്തെ വൈജ്ഞാനിക മേഖലയുടെ പുരോഗതി നേരത്തെ തന്നെ നമ്മൾ മാലയുടെ 6-ാം വരിയിലും അതുപോലെ തന്നെ 24-ാം വരിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ വ്യാഖ്യാനം തന്നെ മതി ഇവിടെയും. അതുകൊണ്ട് ആ വരികൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഇതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഉണർത്തുന്നു. അല്ലാഹ് എനിക്കവൻ താൻ ചെയ്ത ഫോരിഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. അല്ലാഹു എനിക്ക് നൽകിയ ആദരവ് ലോകാന്ത്യം വരെ ആർക്കും നൽകുകയില്ല എന്ന് ശൈഖ് അവർകൾ പറഞ്ഞു.
അഥവാ ശൈഖ് അവർക്ക് ഇങ്ങനെ ഒരു അറിവ് ഇൽഹാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖ് ജീലാനി തങ്ങൾ ഔലിയാന്റെ നേതാവാണ്. തന്റെ കാലത്തും പിൽക്കാലത്തും വരുന്ന എല്ലാ ഔലിയാക്കളും തന്റെ കീഴിലാണ്. അത്തരമൊരു മഹത്തായ ഭാഗ്യം കൊണ്ട് തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് വിവരം ലഭിച്ചു എന്ന് മാത്രമല്ല, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ആ പ്രഖ്യാപനം ലോകത്തുള്ള ഔലിയാക്കളെല്ലാം അംഗീകരിക്കുകയും തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു എന്ന് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ വിശദീകരണം തന്നെയാണ് ഇവിടെയും ഈ പറയുന്ന വരിയിലും നമുക്കുള്ളൂ. ഒരാൾ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും സഹാബത്തിനെക്കാളും ഒക്കെ പവർ കൂടുതലാണല്ല. തന്റെ കാലത്തും തനിക്ക് ശേഷമുള്ളവരിലും വന്ന ഔലിയാക്കളുടെ ലീഡർഷിപ്പ് കൊണ്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ ഏറ്റവും സ്ഥാനം മഹാനവറുകൾക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാനം ഒരാൾക്ക് നൽകുന്നതിനോ അങ്ങനെ നൽകിയ സ്ഥാനം അദ്ദേഹത്തെ അറിയിക്കുന്നതിനോ അങ്ങനെ അറിയിച്ചാൽ അത് മറ്റുള്ളവരോട് നിർദ്ദേശമുണ്ടെങ്കിൽ പറയുന്നതിനോ വിരോധമില്ല. അതാണ് ഷെയ്ഖ് ജീലാനി തങ്ങളും ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. എല്ലാവർക്കും എത്തിയ നിലപാടത പേരും എന്റെ ബഖിയത്തിൽ മിഞ്ചമതെന്നോവർ, എല്ലാ ഔലിയാക്കൾക്കും ലഭിച്ച സ്ഥാനവും പേരും എനിക്ക് ലഭിച്ചതിന്റെ ബാക്കിയാണെന്ന് ഷെയ്ഖ് അവർ പറഞ്ഞു. അതായത് എല്ലാ ഔലിയാക്കളുടെയും തന്റെ കാലത്തും ശേഷമുള്ള ഔലിയാക്കളുടെയും നേതാവാണ് ഗൗസുൽ ആലം തങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പൊ പിന്നെ അവരുടെ ആ നേതാവിന്റെ മഹത്വത്തിന്റെ ചുവട് പിടിച്ചാണല്ലോ പിൽക്കാലത്ത് വരുന്നവർക്കൊക്കെ എന്ത് ലഭിക്കുന്നത്, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് എന്നർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാവരും ഓതിയ ഇൽമുകളൊക്കെയും എന്നോട് ഇൽമാല തൊട്ടെന്ന് ചൊന്നോവർ, എല്ലാ ഔലിയാക്കളും പഠിച്ച അറിവുകൾ എന്റെ അറിവിലേക്ക് ചേർന്നു നിൽക്കുന്നു, എന്റെ ഇൽമു കൊണ്ടല്ലാതെ അവർ ആലിമ്യങ്ങളായിട്ടില്ല എന്ന് ഷെയ്ഖ് അവർ പറഞ്ഞു. അഥവാ മറ്റ് ഔലിയാക്കളുടെ നേതൃത്വ പദവി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ബർക്കത്തുകൊണ്ടും മഹാനവറുകളെ അംഗീകരിച്ചുകൊണ്ടുമാണ് അതിനുശേഷം വന്നവരെല്ലാം പ്രവർത്തന രംഗത്ത് മുന്നേറിയിട്ടുള്ളത് എന്ന ഒരു പ്രഖ്യാപനമാണ് ഈ വരിയിലും കാണാൻ സാധിക്കുന്നത്. എല്ലാ പൊളൂതും ഉദിച്ചാൽ ഉറൂബാകും എൻ ഫോണുതെപ്പോഴും ഉണ്ടെന്ന് ചൊന്നോവർ. ഔലിയാക്കളിൽ എല്ലാ സൂര്യനും ഉദിച്ചാൽ അസ്തമിക്കും, എന്റെ സൂര്യൻ എന്നും നിലകൊള്ളും എന്ന് ഷെയ്ഖ് അവർ പറഞ്ഞു. ഇത് മഹാനവറുകൾ തന്നെ അവിടുത്തെ ബൈത്തുകളിൽ പറഞ്ഞിട്ടുള്ള ആശയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖ് അവറുകളുടെ പ്രശസ്തി ലോകാവസാന നാൾ വരെ നിലനിൽക്കുമെന്നും സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുമെന്നുമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മറ്റു പല ഔലിയാക്കളുടെയും പേരും പ്രശസ്തിയുമൊക്കെ അസ്തമിച്ചു പോയതുമുണ്ട്, പോകാത്തതുമുണ്ട്. ഷെയ്ഖിന്റേത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന അല്ലാഹു തആല നൽകുന്ന മഹത്തായ ഒരു പവറിന്റെ പ്രഖ്യാപനമാണ് ഈ വരിയിലുള്ളത്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് കാണാൻ കഴിയുമെന്ന് ഷെയ്ഖ് അവർ പറഞ്ഞു. ഇതും നേരത്തെ നമ്മൾ വിശദീകരിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. മഹാന്മാരുടെ കാഴ്ച അത് സാധാരണയല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നേരത്തെയുള്ള വരികളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 6-ാം വരിയുടെ വ്യാഖ്യാനത്തിലും 24-ാം വരിയുടെ വ്യാഖ്യാനത്തിലും ഒക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിസ്കരിക്കുന്ന നമുക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നബിതങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന സഹാബത്തിന്റെ മനസ്സിലുള്ള ഭക്തി പോലും ലാ യഖ്ഫാ അലയ്യ ഖുശൂഉക്കും, നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഭക്തി പോലും എനിക്ക് അവ്യക്തമല്ല എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സംഗതികളും ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്റെ കണ്ണിന് പരിമിതികൾ എടുത്തു കളയും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യങ്ങളുടെ ലക്ഷണം കാണാനുള്ള കഴിവ് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേക പ്രകാശം കൊണ്ടാണ് അദ്ദേഹം നോക്കുന്നത് എന്ന്. അപ്പൊ അല്ലാഹു തആല ഇவ்விധത്തിലൊരു സിദ്ധി നൽകിയ ആളുകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് വ്യക്തമായി കാണാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടാകും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടുപോയതിന്റെ അടയാളം, വ്യഭിചാരത്തിന്റെ ഒരു പാട് മഹാനവറുകളുടെ മുഖത്ത് കണ്ടുവെന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഈ വരിയിലും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കണ്ണിന് സാധാരണക്കാരനെ ലിമിറ്റില്ലാതെ കാണാനും കേൾക്കാനും സാധിക്കുന്ന സൗഭാഗ്യമുണ്ട്.
അങ്ങനെ ലഭിച്ചപ്പോൾ ഗൗസുൽ ആലം തങ്ങളും പറഞ്ഞു, കുപ്പിയുടെ ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് എനിക്ക് വായിക്കാൻ സാധിക്കുമെന്ന്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.